കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കീന ടിവിയുടെ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ജോൺ എന്ന സഹോദരിയിലൂടെ ഈ ലോകത്തിന് നൽകിയ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ ആഴ്ചകളെല്ലാം നാം ശ്രവിച്ചുകൊണ്ടിരിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധ അമ്മ നൽകുന്ന വിലയേറിയ സന്ദേശങ്ങളിൽ ആദ്യത്തെ സന്ദേശമാണ്, നിങ്ങൾ മുട്ടുമേൽ നിന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കേണ്ട സമയമാണ് ഇതെന്ന സന്ദേശം. പ്രായമായി കഴിയുമ്പോൾ ഒരുപക്ഷെ മുട്ടുമേൽ നിൽക്കാൻ സാധിച്ചെന്നിരിക്കില്ല. മുട്ടുവേദനയുള്ളവര്, മുട്ടിന് തേയ്മാനമുള്ളവര്, മുട്ടിന് പ്രശ്നങ്ങളുള്ളവര്, ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് മുട്ടുമേൽ നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ പരിശുദ്ധ അമ്മ പറയുകയാണ്, നിങ്ങൾ മുട്ടുമേൽ നിന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാധിക്കുന്നവർ, മുട്ടുമടക്കാൻ സാധിക്കുന്നവർ, മുട്ടുമേൽ നിൽക്കാൻ സാധിക്കുന്നവർ, അല്പം ത്യാഗം ചെയ്ത് ത്യാഗം മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുവാൻ സന്മനസ്സുള്ളവർ മുട്ടുമേൽ നിന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് ത്യാഗം ചെയ്ത് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനുള്ള വിളിയാണ്. നാം ആയിരിക്കുന്നത് ഈ നോമ്പുകാലത്ത് പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു അധര വ്യായാമമായി മാറാതെ അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനയാകുന്നതിന് വേണ്ടിയാണ് നാം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മളൊരു കസേരയിൽ കയറിയിരുന്നോ ഇല്ലെങ്കിൽ നമ്മൾ ചമ്പരം പടിഞ്ഞിരുന്നോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അശ്രദ്ധരായി പോകും. നമ്മുടെ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം സുഖകരമായിരുന്നോ, നമുക്ക് അല്പം സുഖം നൽകുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്നാൽ അല്പം സഹനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴോ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴോ നമുക്ക് അല്പം കൂടി ശ്രദ്ധ ദൈവത്തിൽ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ദൈവത്തോട് ഐക്യപ്പെട്ട് വളരെ പ്രാർത്ഥനാ അരൂപിയിൽ ത്യാഗ മനോഭാവത്തോടു കൂടി ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇത് ദൈവ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ നിറയേണ്ട കാലഘട്ടമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുപരിയായി ദൈവ കരുണ നമ്മളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിറയുവാൻ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രാർത്ഥന അതൊരു അനുഭവമാക്കി മാറ്റുവാനാണ് പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത്. ദൈവ കരുണ നാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ട സമയമാണ് ഇതെന്നും, അതുകൊണ്ട് ദൈവ കരുണ നമ്മൾ നിറയത്തക്ക രീതിയിൽ ത്യാഗ മനോഭാവത്തോടു കൂടി പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനുള്ള വിളി പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതോടൊപ്പം പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർക്കുകയാണ്,
എളിമയോടെയും വിധേയത്വത്തോടുകൂടിയുമുള്ള പ്രാർത്ഥനയിലും ജീവിതത്തിലുമാണ് കർത്താവിൻ്റെ പ്രാഭവം വെളിപ്പെടുകയുള്ളൂ എന്ന്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പല രീതിയിൽ നമുക്ക് ജീവിക്കാം, പല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ കർത്താവിൻ്റെ പ്രാഭവം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ എളിമയുണ്ടാകണം, വിധേയത്വം ഉണ്ടാകണം. ഇത് പരിശുദ്ധ പറഞ്ഞു തരികയാണ്. പരിശുദ്ധ പറഞ്ഞു തരികയാണ്, വിധേയത്വത്തോടെയും എളിമയോടുകൂടിയുമുള്ള പ്രാർത്ഥനയിലും ജീവിതത്തിലുമാണ് കർത്താവിൻ്റെ പ്രാഭവം വെളിപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമുക്ക് മുൻപിൽ വലിയൊരു വെല്ലുവിളിയാണ്. എത്രമാത്രം വിധേയപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുവോ അത്രമാത്രം കർത്താവിൻ്റെ പ്രാഭവം നമ്മളിൽ വെളിപ്പെടും. എത്രമാത്രം എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുവോ, ജീവിക്കാൻ സാധിക്കുന്നുവോ, അത്രമാത്രം കർത്താവിൻ്റെ പ്രാഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ എളിമപ്പെട്ട് വിധേയപ്പെട്ട് പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആവശ്യപ്പെടുക. എളിമയുള്ളവർക്ക് കരുണയ്ക്ക് വേണ്ടി യാചിക്കാൻ സാധിക്കുകയുള്ളൂ. വിധേയത്വമുള്ളവർക്ക് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമുക്ക് ശക്തമായൊരു സന്ദേശമാണ്. വിധേയത്വത്തോടു കൂടിയും എളിമയോടു കൂടിയുമുള്ള പ്രാർത്ഥനയിലാണ് കർത്താവിൻ്റെ പ്രാഭവം വെളിപ്പെടുന്നതെന്ന്. എന്നിട്ട് പരിശുദ്ധ അമ്മ ഈ ലോകത്ത് സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം വെളിപ്പെടുത്തി തന്നു. അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: മക്കളെ, താളം തെറ്റുന്ന പല അനുഭവങ്ങളിലൂടെയും സഭയും സഭാമക്കളും ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നു. താളം തെറ്റുന്ന അനുഭവങ്ങളിലൂടെ സഭ ഈ കാലഘട്ടത്തിൽ കടന്നു പോവുകയാണ്. താളം തെറ്റുന്ന അനുഭവങ്ങളിലൂടെ സഭാമക്കളിൽ പലരും ഈ കാലഘട്ടത്തിൽ കടന്നു പോവുകയാണ്. നമ്മൾ ചോദിക്കുന്ന ഇപ്രകാരമാണ്: താളം തെറ്റുന്ന അനുഭവത്തിലൂടെ സഭ കടന്നു പോകുമ്പോൾ സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും സഭയെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ചോദിക്കുന്നു, താളം തെറ്റുന്ന അനുഭവങ്ങളിലൂടെ സഭ കടന്നു പോകുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് സഭയെക്കുറിച്ച്, സഭാ അധികാരികളെക്കുറിച്ച്, സഭയുടെ പോക്കിനെക്കുറിച്ച്, ഇല്ലെങ്കിൽ സഭയിലെ ചില സംഭവങ്ങളെക്കുറിച്ച്, ചില വ്യക്തികളെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് വിമർശനത്തിലൂടെയും പരദൂഷണത്തിലൂടെയും മറ്റു പല രീതിയിലും പങ്കുവെച്ചും ഷെയർ ചെയ്തും, ഇപ്പം നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെച്ച് സഭയെ നാണം കെടുത്തുന്ന, സഭയെ ഇളിഭ്യയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന സഭാമക്കളാണോ നമ്മളെന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധം നമ്മൾ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പല രീതിയിലും നമുക്ക് വിമർശനങ്ങൾ അഴിച്ചുവിടാം, പല രീതിയിലും നമുക്ക് പരദൂഷണം പറഞ്ഞു പരത്താം. സഭയിലെ ചില വ്യക്തികളെക്കുറിച്ച്, ചില സാഹചര്യങ്ങളെക്കുറിച്ച്, സഭാ നേതൃത്വത്തെക്കുറിച്ച് നമുക്ക് പഴിചാരാൻ എളുപ്പമുണ്ട്. ചെളിവാരി എറിയാൻ പലരും മുൻപോട്ട് ഓടി വരാറുണ്ട്. എന്നാൽ സഭയെ ഈ അവസരത്തിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് സഭാമക്കളുടേതെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുക. അമ്മ ചോദിക്കുന്ന ഇപ്രകാരമാണ്: മക്കളെ, സഭ നിന്റെ അമ്മയല്ലേ? സഭയുടെ മടിത്തട്ടിലല്ലേ നീ വിശ്വാസത്തിൽ വളർന്നു വരുന്നത്? നിന്റെ പെറ്റമ്മയ്ക്ക് ഒരു പോരായ്മയുണ്ടായാൽ, നിന്റെ പെറ്റമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പിശകുണ്ടായാൽ അത് നീ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു പരത്തി അമ്മയെ കൂടുതൽ അപമാനിതയാക്കുന്ന ഒരു സാഹചര്യം നീ സൃഷ്ടിക്കുമോ? ഇതുതന്നെയല്ലേ സഭയാകുന്ന അമ്മയെക്കുറിച്ചും നിനക്കുണ്ടാകേണ്ട മനോഭാവമെന്ന് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്. എൻ്റെ അമ്മ പറയുന്നു: മക്കളെ, എവിടെയെങ്കിലും താളം തെറ്റുന്ന അനുഭവങ്ങളിലൂടെ സഭ കടന്നു പോകും നിങ്ങൾ കാണുമ്പോൾ
നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം. അവിടെയാണ് വിധേയത്വപ്പെടുവാൻ നിങ്ങൾക്ക് ഒരവസരം ലഭിക്കുന്നത്. അവിടെയാണ് എളിമപ്പെടുവാൻ നിങ്ങൾക്കൊരവസരം ലഭിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർക്കോട് സഭയുടെ പോരായ്മകൾ പറഞ്ഞു പരത്തി, സഭയുടെ ഇല്ലായ്മകളോ സഭയുടെ തെറ്റുകളോ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു പരത്തി നീ വലിയവനാകുവാനും വലിയവളാകുവാനും പരിശ്രമിക്കരുത് എന്ന് പരിശുദ്ധ അമ്മ കഞ്ചിക്കോട്ടിലൂടെ സന്ദേശം നൽകുകയാണ്. സഭയുടെ കുറ്റങ്ങൾ പറഞ്ഞു പരത്തി അല്ല നീ വലിയവനാകേണ്ടത്, വലിയവളാകേണ്ടത്. സഭയുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടി അല്ല നിന്റെ വലിപ്പം കാണിക്കേണ്ടത്. നിന്റെ അമ്മയാണ് സഭയെന്ന ബോധ്യത്തോടു കൂടി അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് നീ ഏറ്റെടുക്കേണ്ടതെന്നും അവളെ അപകീർത്തിപ്പെടുത്തേണ്ട ഒരു വ്യക്തിയായി നീ മാറരുത് എന്നും പരിശുദ്ധ അമ്മ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, തീർച്ചയായും സഭയിൽ താളം തെറ്റുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഭാ മക്കളിൽ, സഭാ നേതൃത്വത്തിലൊക്കെ ചില താളപ്പിശകുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ എപ്രകാരമാണ് ഈ കാലഘട്ടത്തെ നമ്മൾ ഏറ്റെടുക്കുന്നത്? ഈ കാലഘട്ടത്തിൽ സഭയുടെ മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ സഭയെ സംരക്ഷിക്കേണ്ട, വളർത്തേണ്ട ഉത്തരവാദിത്വം ഞാൻ എപ്രകാരമാണ് വിനിയോഗിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വചനത്തിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്രിസ്തുവാണ് സഭയുടെ ശിരസ്. നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലെ അംഗങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാകണമെന്നും സഭയെ പരിപാലിക്കേണ്ട, സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നും പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. എപ്രകാരമാണ് നമുക്ക് സഭയെ സംരക്ഷിക്കാൻ സാധിക്കുക? എളിമപ്പെട്ട് വിധേയത്വത്തോടു കൂടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ കൂടുതലായിട്ട് പറയാം, നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലാണ് സഭയെ നമുക്ക് വളർത്തുവാൻ സാധിക്കുക. ഒപ്പം ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ വിമർശനങ്ങളും സഭയുടെ തെറ്റുകൾ മറ്റുള്ളവരൊക്കെ ഉയർത്തിക്കാട്ടിയൊക്കെ അവളെ അപകീർത്തിപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി പ്രാർത്ഥനയിൽ സഭയാകുന്ന അമ്മയെ സഹായിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം നമ്മൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് വിധേയത്വത്തോടെയുള്ള, എളിമയോടെയുള്ള ജീവിതത്തിൽ മാത്രമേ കർത്താവിൻ്റെ പ്രാഭവം വെളിപ്പെടുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. പാപത്തിനും വെറുപ്പിനും ഇരയായ മക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. അവരും എൻ്റെ മക്കളാണ്, അവരും ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരേണ്ടവരാണ്, അവരെയും നിങ്ങൾ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. പാപത്തിനും വെറുപ്പിനും ഇരയായ മക്കൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഭയിൽ പല സഭാ മക്കൾ പാപത്തില് ഇരയായിപ്പോയ മക്കളുണ്ടാകാം, വെറുപ്പിനാൽ അകറ്റപ്പെട്ടിരിക്കുന്ന മക്കളുണ്ടാകാം. പരിശുദ്ധമ്മ പറയുകയാണ്, ഇവരെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. നിങ്ങൾ ഇവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ വെറുത്തുപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. പാപത്തിനും വെറുപ്പിനും ഇരയായ അനേകം മക്കൾ ഈ ലോകത്തുണ്ട്. പാപത്തിനും വെറുപ്പിനും ഇരയായ അനേകം മക്കൾ ഒരു നിന്റെ കുടുംബത്തിലുണ്ടാകാം. പാപിയെന്ന് മുദ്രകുത്തി അവരെ മാറ്റി നിർത്തരുത്. അവർ വീണ ഒരു സാഹചര്യം, ഒരുപക്ഷെ നീ അവരുടെ ആ സാഹചര്യത്തിലായിരുന്നുവെങ്കിൽ അവരെ കഴിഞ്ഞ് വലിയ വീഴ്ചയിൽ നീ ഒരുപക്ഷെ എത്തപ്പെടുമായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാപത്തിന് അടിമപ്പെട്ടു പോയി എന്നോർത്ത് ആ വ്യക്തിയെ നീ എഴുതി തള്ളരുത്. പരിശുദ്ധ അമ്മ പറയുകയാണ്, അവരും എൻ്റെ മക്കൾ തന്നെയാണ്, അവരും എൻ്റെ അടുത്തേക്കും എൻ്റെ പുത്രൻ്റെ അടുത്തേക്കും തിരികെ വരേണ്ടവരാണ്, അവരെ നീ സഹായിക്കണം. പരിശുദ്ധ അമ്മയുടെ മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ
ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാപത്തിൽ വീണതുകൊണ്ട് അവഹേളിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരാശ്വാസമായി നമ്മളോട് മാറുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ഈ ക്രിസ്മസ് നാളിൽ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ വെറുപ്പിൽ കഴിയുന്ന മക്കളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്നേഹിച്ച് ആ വെറുപ്പിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. പാപത്തിൽ വീണ്ടിരിക്കുന്ന മക്കളെ സ്നേഹത്തോടുകൂടി അതിൽ നിന്ന് കരകയറ്റുവാൻ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഈശോ ഈ ലോകത്തിലേക്ക് ക്രിസ്മസ് നാളിൽ കടന്നു വന്ന് എന്തിനു വേണ്ടിയാ? പാപത്തിലും വെറുപ്പിലും കഴിയുന്ന നമ്മളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയാ. ഈ ഉത്തരവാദിത്വം നമ്മളോട് ഏറ്റെടുക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. ഈശോ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് പറഞ്ഞത് പാപികളായി നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് പരിശുദ്ധ പറയുകയാണ്, മക്കളെ, ആരെയും പാപിയെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തരുത്. എത്ര വലിയ പാപിയാണെങ്കിലും ആ വ്യക്തിയിൽ ഒരു നന്മയുണ്ട്. ആ വ്യക്തിയിൽ ഒരു മാനസാന്തരത്തിന്റെ വിത്ത് ദൈവം പാകിയിട്ടുണ്ട്. നീ ആ മാനസാന്തരത്തിന്റെ വിത്ത് ആ വ്യക്തിയിൽ വളർത്തണം. ആ വ്യക്തിയിലുള്ള നന്മ നിന്റെ സ്നേഹം കൊണ്ടും നിന്റെ ഇടപെടൽ കൊണ്ടും നിന്റെ പ്രാർത്ഥന കൊണ്ടും ആ വ്യക്തിയുള്ള നന്മ വളരണം. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ ഇപ്രകാരമുള്ള വെറുപ്പിലും പാപത്തിലും കഴിയുന്ന മക്കൾ ഈ ആഗമന കാലത്ത് ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ അവസരത്തിൽ നമ്മുടെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ, നമ്മുടെ ഓരോ വ്യക്തി സ്നേഹപരമായ ഇടപെടലിലൂടെ ഈ മക്കളൊക്കെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ പരിശുദ്ധ അമ്മ ഇന്ന് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. പാപത്തിലും വെറുപ്പിലും കഴിയുന്ന അനേക മക്കൾ ഈ ലോകത്തുണ്ട്. അവരെല്ലാം എൻ്റെ മക്കൾ തന്നെയാണ്. അവരെയെല്ലാം നിങ്ങൾ സഹായിക്കുവാൻ പരിശുദ്ധ അമ്മ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽപക്കത്തോ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ആരെയെങ്കിലും നാം മാറ്റി നിർത്തുന്നുണ്ടോ? ആരെയെങ്കിലും അവൻ നമ്മുടെ അത്രയും കഴിവില്ലാത്തത് കൊണ്ടോ, അല്ലെ നമ്മുടെ അത്രയും സാമർത്ഥ്യം ഇല്ലാത്തതുകൊണ്ടോ, നമ്മുടെ അത്രയും സമ്പത്ത് ഇല്ലാത്തത് കൊണ്ടോ, എൻ്റെ തറവാടിൻ്റെ അത്രയും മഹിമ അവൻ്റെ തറവാടിൽ ഇല്ലാത്തത് കൊണ്ടോ, ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തത് കൊണ്ടോ, ഏതെങ്കിലും അവനെ എന്നെ ഉപദ്രവിച്ചതുകൊണ്ടോ നമ്മൾ മാറ്റി നിർത്തുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ വ്യക്തികളെ നമ്മോട് ചേർത്ത് വെച്ച് അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെട്ട് അവരെ സ്നേഹിച്ച് നമ്മൾ നമ്മുടെ സന്നിധിയിലേക്ക് നമ്മളോട് ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ ക്രിസ്മസ് ആഘോഷത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏതെങ്കിലും വ്യക്തികൾ ഇതുപോലെ മാറി നിൽക്കുന്ന, ഇല്ല മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അവരോടെല്ലാം വിധേയത്വത്തോടും എളിമയോടും കൂടെ ഇടപെട്ടുകൊണ്ട് അവരെയും ഈശോയുടേതാക്കി മാറ്റുവാൻ, ഈശോയുടെ സ്ഥലത്തേക്ക് കടന്നു വരുവാൻ, നമ്മളെ പരിശുദ്ധ അമ്മയുടെ കയ്യിലെ ഉപകരണങ്ങളാക്കി സമർപ്പിക്കുവാനാണ് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു, എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ പുത്രനായ ഈശോയെ ഞാൻ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ എൻ്റെ മകനായ യേശുവിനെ നിങ്ങൾ വചനത്തിലൂടെ സ്വീകരിക്കണം. വചനമാകുന്ന ദൈവത്തെ പരിശുദ്ധ അമ്മ ഉദരത്തിൽ സ്വീകരിച്ചു. വചനത്തിന് വന്ന് പിറക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ഉദരം പരിശുദ്ധ അമ്മ സമ്മാനമായി നൽകി. ദൈവത്തിൻ്റെ വചനം നിന്നിൽ മാംസം ധരിക്കുവാൻ നീ നിരന്തരമായി ദൈവവചനം വായിച്ച് ദൈവവചനം നിന്നിൽ നിറയ്ക്കണം. എന്നിട്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ്, ദൈവവചനം വായിച്ചതുകൊണ്ട് മാത്രമല്ല ആയില്ല. ദൈവവചനം വായിച്ച് നിന്റെ ജീവിതത്തിൽ മാംസം ധരിക്കുവാൻ നീ വചനം വായിച്ചതുകൊണ്ടായില്ല. നീ വചനത്തിൻ്റെ പാത പിന്തുടരണം. നമ്മ പറയുകയാണ്, ദൈവവചനത്തിൻ്റെ പാത പിന്തുടരണമെന്ന് പരിശുദ്ധമ്മ പറയുമ്പോൾ
സഹോദരങ്ങളെ, നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവവചനം, നമ്മൾ വായിക്കുന്ന ദൈവവചനം നമ്മളിൽ മാംസം ധരിക്കുമ്പോൾ ദൈവം നമ്മളെ തിരുത്തും, നമ്മളെ ശകാരിക്കും, നമ്മളെയൊക്കെ പ്രബോധനങ്ങൾ നൽകും, നമ്മളെ ശാസിക്കും. ഈ പ്രബോധനവും ഈ ശാസനവും ഈ തിരുത്തലും ഈ കാലഘട്ടത്തിൽ, ഈ ഒരുക്കത്തിന് നാളുകളിൽ നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുവാൻ വചനത്തിൻ്റെ പാത നാം പിന്തുടരണമെന്ന് പരിശുദ്ധ അമ്മ പങ്കുവയ്ക്കുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും നമ്മളെ സഹായിക്കുന്നു. ഇതാണ് പരിശുദ്ധം നമ്മൾ പറയുന്നത്. നമ്മൾ വചനം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, ദൈവനിവേശിതമായ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും നമ്മളെ സഹായിക്കും. അതാണ് വചനത്തിൻ്റെ പാത നാം പിന്തുടരണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ക്രിസ്മസിന്റെ ഒരുക്ക ശുശ്രൂഷയുടെ ഈ നാളുകളിൽ ദൈവവചനം നമ്മൾ വായിച്ച് ദൈവവചനത്തിൽ നമ്മളെ തിരുത്തുവാൻ നാം അനുവദിക്കണം. നമ്മളെ ശാസിക്കുന്ന ദൈവവചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ക്രമപ്പെടുത്തേണ്ടത്, ക്രമീകരണങ്ങൾ നടത്തേണ്ടതെന്ന് ജീവിതത്തിൽ പരിശോധിക്കണം. അങ്ങനെ നീതിയുടെ പരിശീലനം ദൈവവചനത്തിലൂടെ നമുക്ക് നൽകുകയും നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുകയും ചെയ്യുമെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് സന്ദേശങ്ങൾ നൽകുകയാണ്. എന്നിട്ട് പരിശുദ്ധം കൂട്ടിച്ചേർത്തു, ദൈവവചനം നീ സ്വീകരിക്കണം, ദൈവവചനത്തിന്റെ പാതയിലൂടെ നീ നടക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിന്റെ ശരീരത്തെ നീ വിശുദ്ധീകരിക്കണം. ശരീരത്തെ വിശുദ്ധീകരിക്കണം. കർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ, കർത്താവിൻ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ വചനം സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി, ആത്മാവിന്റെ വിശുദ്ധി നാം കൈവരിക്കണം. അതോടൊപ്പം അമ്മ അടുത്ത പടി അമ്മ കൂട്ടിച്ചേർക്കുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ശരീരത്തെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞ് പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് വന്നിറഞ്ഞപ്പോഴാണ് എല്ലാം സംഭവിച്ചത്. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ നമ്മൾ വചനം വായിക്കുമ്പോഴും വചനത്തിന്റെ പാത പിന്തുടരാൻ ആഗ്രഹിച്ച് നമ്മൾ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആഗ്രഹിക്കണം. ഇനി അടുത്ത പടിയാണ്, പരിശുദ്ധാത്മാ അഭിഷേകം ആഗ്രഹിച്ചു കഴിഞ്ഞ് നമ്മൾ മറ്റൊരു കാര്യം ആഗ്രഹിക്കേണ്ടത് ആത്മാക്കളെ നേടുവാനുള്ള ഒരു ദാഹത്തിന് വേണ്ടിയാ. ഈശോ ഈ ലോകത്ത് വന്ന് പറഞ്ഞത് ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയാ. അപ്പൊ നമ്മള് ഈ ക്രിസ്മസ് നാളിൽ ഒരുങ്ങുമ്പോൾ നമുക്ക് പല രീതിയിലും ആത്മാക്കളെ നേടുവാനുള്ള ഒരു ദാഹം നമുക്കുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഈ ഒരു ദാഹം ഉണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ നമ്മോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വചനത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട്, ശരീരത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ഒരു ദാഹം ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പരിത്യാഗം ചെയ്യുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പാപത്തിന്റെ പരാജയം അടുത്തെത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയിട്ടുണ്ട്. പാപത്തിന്റെ പരാജയം അടുത്തെത്തിയിരിക്കുന്നു. ദുഷ്ടന്റെ പരാജയം അകലെയല്ല എന്ന് പരിശുദ്ധ അമ്മ കഞ്ചിക്കോടിലൂടെ നമുക്ക് സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം പരാജയപ്പെടാൻ പോവുകയാണ്.
ദുഷ്ടൻ അവൻ പരാജയപ്പെടാൻ പോവുകയാണ്. ഈ ഒരു സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും പാപം നമ്മളിൽ വിജയിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനെ പരാജയപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഈ ഒരുക്ക നാളുകളിൽ നാം നടത്തേണ്ടത്. നമ്മളൊക്കെ പലപ്പോഴും പല പാപ സാഹചര്യങ്ങളാലും വേട്ടയാടപ്പെടുമ്പോൾ അതിനെ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിച്ച് വിജയിച്ചിട്ടുണ്ടാകാം, പരാജയപ്പെട്ടിട്ടുണ്ടാകാം. ഇനി പരിശുദ്ധം പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാപത്തെ പരാജയപ്പെടുത്തണം. അതിനുള്ള കൃപ നാം പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും നാം ആർജിച്ചെടുക്കണം. പാപം പരാജയപ്പെടുന്ന ഒരു സമയം എത്തും. ദുഷ്ടൻ പരിപൂർണ പരാജയം അടയുന്ന ഒരു സമയം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന പാപത്തിൻ്റെ ഓരോ ശക്തികളെയും പരാജയപ്പെടുത്തി അതിജീവിക്കണം. നമ്മൾ വിജയം വരിക്കണം. തിന്മയുടെ ദുഷ്ടന്റെ ഓരോ കുടില തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ പരാജയപ്പെടുത്തുവാനുള്ള ഒരു പരിശ്രമം നമ്മളിൽ ഉണ്ടാകണം എന്ന് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ ശക്തമായി നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് പരിശുദ്ധ കൂട്ടിച്ചേർത്ത് ഇപ്രകാരമാണ്: തിന്മയോട് സഹകരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ നൽകുന്ന എന്താണ്? തിന്മ നൽകുന്നത് അല്പകാലത്തെ സുഖവും നിത്യകാലത്തെ നാശവുമാണെന്ന് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയുണ്ടായി. തിന്മയോട് സഹകരിക്കുന്നവൻ, തിന്മയെ പരാജയപ്പെടുത്തുവാൻ നമ്മൾ തീക്ഷ്ണമായി പരിശ്രമിക്കാത്ത ഒരു വ്യക്തി തിന്മയ്ക്ക് പരാജയപ്പെട്ടു പോകുമ്പോൾ, തിന്മയ്ക്ക് അടിപ്പെട്ടു പോകുമ്പോൾ, തിന്മ നമ്മളെ പരാജയപ്പെടാൻ അനുവദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? പരിശുദ്ധം പറഞ്ഞു തരികയാണ്, തിന്മ അവന് അല്പകാലം ക്ഷണികമായ ചെറിയ ഒരു സുഖം നൽകും ആ സമയത്ത്. എന്നാൽ നിത്യനാശമാണ് തിന്മയുമായി സഹകരിക്കുന്ന ആത്മാവിന് സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മ നമുക്കൊരു താക്കീത് നൽകുക. സാത്താനെ പരാജയപ്പെടുത്തുവാനും പാപത്തെ പരാജയപ്പെടുത്തുവാനും നമ്മുടെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും എല്ലാം തിന്മയെ പരാജയപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ശക്തി ഈ ഒരുക്ക നാളുകളിൽ നമുക്ക് പ്രാർത്ഥിച്ച് നേടിയെടുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.